ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ചിലർ പറയുന്ന ഒരു സംഭവമുണ്ട്. മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം വാസ്തു നോക്കിയാൽ മതി, മുകളിലോട്ട് വാസ്തു നോക്കാം. മിത്താണ്. ഫ്ലാറ്റിൻ്റെ വാസ്തു മാത്രം നോക്കിയാൽ മതി, ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാസ്തു നോക്കണ്ട. അപ്പാർട്ട്മെൻറ്റ് ഡോറിൻ്റെ പൊസിഷൻ നോക്കേണ്ട ആവശ്യമില്ലെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പാർട്ട്മെൻറ്റ് ഡോറിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബാൽക്കണി, പലരും പറയും ബാൽക്കണി അങ്ങനെ നോക്കണ്ട എന്ന് പറയും. ബാൽക്കണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കന്നിമൂലയിലൊക്കെ ബാൽക്കണി വരുന്നത് നമ്മൾ തടയുക. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ വാസ്തുപരമായിട്ടുള്ള ചില മിത്തുകളാണ്. മിത്തുകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിലർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെ അത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ചിലർ പറയുന്ന ഒരു സംഭവമുണ്ട്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം വാസ്തു നോക്കിയാൽ മതി, മുകളിലോട്ട് വാസ്തു നോക്കണ്ട. ഒന്നാമത്തെ തെറ്റതാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാസ്തു ഗ്രൗണ്ട് ഫ്ലോറിലും വേണം, മുകളിലോട്ടുള്ള എല്ലാ ഫ്ലോറുകളിലും കൃത്യമായിട്ട് വാസ്തു നോക്കി തന്നെ നമ്മൾ പോകണം. പ്രത്യേകിച്ച് ഫ്ലാറ്റിൻ്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, അടുത്ത മിത്താണ്, ഫ്ലാറ്റിൻ്റെ വാസ്തു മാത്രം നോക്കിയാൽ മതി, ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാസ്തു നോക്കണ്ട. നമ്മൾ നോക്കേണ്ടത് ശരിക്കും ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാസ്തുവാണ്, അല്ലാതെ ഫ്ലാറ്റിൻ്റെ മൊത്തത്തിലുള്ള വാസ്തു അല്ല. അതിനകത്തൊരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ 50-50 ആയിട്ട് ഞാനൊരു വെയിറ്റേജ് കൊടുത്തിട്ടാണ് സാധാരണ നോക്കുന്നത്. അപ്പം 50-50 ഇതിൻ്റെ ഒരു കാര്യം വേറൊന്നുമില്ല. ഇതിൻ്റെ ഒരു ബേസിക് സ്ലോപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ഇഫക്റ്റുകൾ മാത്രമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ വാസ്തുപരമായിട്ട് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യലി നമുക്ക് സ്പേസുകളൊന്നും ഒരുപാട് സിറ്റിക്കകത്തൊന്നും അവൈലബിൾ അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സിറ്റിക്കകത്തൊരു ഒരു കോമൺ സ്പേസിൽ കണ്ടുപിടിച്ച് നല്ലൊരു സ്പേസ് കണ്ടുപിടിച്ച് അവരൊരു അപ്പാർട്ട്മെൻറ്റ് വെച്ച് അത് പലർക്കായിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരുടെയും വാസ്തുവിൻ്റെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റിൽ നമുക്ക് അതിൻ്റെ ഓരോ അപ്പാർട്ട്മെൻറ്റ്, ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഡോറിൻ്റെ പൊസിഷൻ നോക്കേണ്ട ആവശ്യമില്ലെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പാർട്ട്മെൻറ്റ് ഡോറിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബാൽക്കണി, പലരും പറയും ബാൽക്കണി അങ്ങനെ നോക്കണ്ട എന്ന് പറയും. ബാൽക്കണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കന്നിമൂലയിലൊക്കെ ബാൽക്കണി വരുന്നത് നമ്മൾ തടയുക. ഇനി ബാൽക്കണി വയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ കന്നിമൂലയുടെ ചില പ്രിൻസിപ്പിളുണ്ട്. അതായത് കന്നിമൂലയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞിരിക്കുക, തുറന്നു കിടക്കരുത്, അടഞ്ഞിരിക്കുക, കുറച്ച് താന്നിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവം. താന്നൊന്നും നമുക്ക് പോസിബിൾ അല്ല ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ അടഞ്ഞിരിക്കും, മിനിമം ഗ്ലാസ് എങ്കിലോട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത്തരത്തിൽ ഫ്ലാറ്റിൻ്റെ വാസ്തു പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നും ആളുകൾക്ക് കൺഫ്യൂഷനാണ്. കാര്യം ചിലർ പറയുന്നു ഏറ്റവും മുകളിലത്തെ നില വാസ്തുപരമായിട്ട് നല്ലതല്ല എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഹീറ്റ് മുകളിലോട്ട് വരുമ്പോൾ ഹീറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഒക്കെയാണ് പലപ്പോഴും നമ്മൾ അതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം അതിനപ്പുറത്തേക്ക് ഒരിക്കലും മുകളിലോട്ടുള്ള ഒരു ഇനോസ്പീഷ്യസ് ആണ് വാസ്തുപ്രകാരം നല്ലതല്ല എന്നൊരു ചിന്താഗതി തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ മുകളിലോട്ട് പോകും തോറും വാസ്തു ഇല്ലെന്ന് പണ്ടൊരു ഇടഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ഇത്ര പൊക്കത്തിൽ മുകളിലേക്ക് പോയാൽ വാസ്തു വേണ്ടെന്ന്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വാസ്തു എന്ന് പറയുന്നത് സ്പേസ് കോൺഷ്യസ്നെസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഈ സ്പേസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിനകത്ത് എനർജി പ്രിൻസിപ്പിളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എത്ര നിലയാണെങ്കിലും അത് നമ്മൾ ചെയ്യണം. പിന്നെ കിച്ചൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിച്ചൻ്റെ പൊസിഷൻ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോർ ബിൽഡിങ്ങിൽ ഓരോ നിലയിലും കിച്ചൺ ഉണ്ടെങ്കിൽ എല്ലാ കിച്ചൻ്റെയും കൃത്യമായി പൊസിഷൻ അനലൈസ് ചെയ്യണം. നമുക്ക് ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നോർത്ത് വെസ്റ്റ് തന്നെ കിച്ചൺ വരുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ഡീറ്റെയിൽ അനാലിസിസ് എടുക്കുമ്പോൾ, ഒരു ഗ്രിഡ് അനാലിസിസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ പൊസിഷൻസ്, ഓരോ റൂമിൻ്റെ പൊസിഷനും അതിൻ്റെ ഫങ്ഷനാലിറ്റിയായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ടാണ് നമ്മളതിൻ്റെ വാസ്തു പറയുന്നത്. ഒരു ഡീറ്റെയിൽ സ്കോർ അനാലിസിസ് തന്നെ നമ്മൾ ഉണ്ടാക്കും. കാര്യം ഒരു ബിൽഡിങ്ങിൻ്റെ മൊത്തം വാസ്തു, അതുപോലെ തന്നെ അതിനകത്തുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തം വാസ്തു, പ്രോക്സിമിറ്റി വാസ്തു എന്ന് പറയും, അതും ഔട്ട്സൈഡ്, അതെല്ലാം നോക്കി ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ ഒരു ഫ്ലാറ്റിന് അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിന് ഇമ്പോർട്ടൻസ് എല്ലാ ഫ്ലോറിലും ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. കന്നിമൂല, അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു കന്നിമൂല എല്ലാ ഫ്ലോറിലും ഉണ്ട്. കന്നിമൂല എല്ലാ ഫ്ലോറിലും ഉണ്ട്. സൗത്ത് വെസ്റ്റ് കോർണർ എല്ലാം ഓരോ ലെവലിലും നമുക്കുണ്ട്. പിന്നെ മൾട്ടി ലെവൽസ് എന്ന് പറയുന്ന ബിൽഡിംഗ് ഉണ്ട്. അതായത് ഉദാഹരണത്തിന് ഒരു നില കഴിഞ്ഞിട്ട് രണ്ടാം നിലയിലേക്ക് പോയിട്ട് രണ്ടാം നില
രണ്ടാം നിലയും മൂന്നാം നിലയുടെ ഇടയ്ക്ക് ഒരു നിലയുണ്ടെന്ന് വെച്ചു. അത് ഈ ഹൈറ്റുകൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അത് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഇപ്പോൾ 3 മീറ്റർ ആണെങ്കിൽ അതിനപ്പുറം 4 മീറ്ററും 4.5 മീറ്ററിലൊക്കെ വേറെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മൾട്ടി ലെവലിൽ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ലെവലിലും നമ്മൾ കൃത്യമായി അസസ് ചെയ്തിട്ട് ഏറ്റവും ഡോമിനേഷനുള്ള ഫ്ലോറുകൾ കണ്ടുപിടിച്ച് അവിടെയാണ് വാസ്തു അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ ഇനി കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. ഇത്രയും പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ തന്നെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.